ബാക്ക് ടു ടീച്ചേഴ്സ് ഡയറി. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററായ പക്ഷി ഔർ ദീമക് എന്ന കഹാനിയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കഥയിൽ പക്ഷി എന്നത് ആധുനിക സമൂഹത്തിലെ യുവതലമുറയെയും ദീമക് എന്നത് പ്രലോഭനങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ആധുനിക സമൂഹത്തിൽ യുവാക്കൾ പലപ്പോഴും സ്വന്തം നിലനിൽപ്പിനെയോ ആരോഗ്യത്തെ പോലും വകവെക്കാതെ പ്രലോഭനങ്ങളിൽ ചെന്ന് ചാടുന്നവരാണ്. ഇവിടെ ഈ പക്ഷിയും അധ്വാനിക്കാതെ ലഭിക്കുന്ന ഭക്ഷണത്തിൽ പക്ഷി വളരെ തൽപരനാണ്. അങ്ങനെ അത് സ്വന്തം നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് അവസാനം അതിന്റെ മരണം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കഥയിലെ വിശദാംശങ്ങൾ നോക്കാം. ഗജാനൻ മാധവ് മുക്തിബോധ് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം പുരോഗമന കാവ്യധാരയിലെ ഉന്നത വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ ചർച്ചാ കേന്ദ്രമായ കഥാകാരനും നിരൂപകനുമാണ്. അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ നമുക്ക് പാഠഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കണം. മുക്തിബോധിന്റെ മുഴുനീള കഥയാണ് പക്ഷി ഔർ ദീമക്. അതിൽ നിന്നുള്ള ഒരു ചെറു കഥയാണ് പാഠഭാഗം. അതിനെ അടിസ്ഥാനമാക്കിയാണ് കഥയുടെ ശീർഷകം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാഠം വായിച്ചു നോക്കാം. ഇതൊരു കഥയാണ്, കഹാനിയാണ്. അപ്പോൾ ഇതിന്റെ ഹെഡിങ്, ഈ കഥയുടെ പേര് തന്നെ പക്ഷി ഔർ ദീമക് എന്നാണ്. പക്ഷി നമുക്കറിയാം ഒരു ബേർഡ്, പക്ഷിയാണ്. പക്ഷിയും ദീമക് എന്ന് പറഞ്ഞാൽ ചിതൽ, പക്ഷിയും ചിതലും. അപ്പൊ എന്താണ് കഥ എന്നുള്ളത് നോക്കാം. ഏക് ദാ പക്ഷി, ഒരു പക്ഷിയുണ്ടായിരുന്നു. വഹ് നീലെ ആസ്മാൻ മേം, അത് നീല ആകാശത്തിൽ. ഗൂബ് ഊഞ്ചായി പർ, ഗൂബ് വളരെ, ഊഞ്ചായി ഉയരം, വളരെ ഉയരത്തിൽ. ഗൂബ് ഊഞ്ചായി പർ, വളരെ ഉയരത്തിൽ. ഉടുത്താ ജാരഹാദ, ഉടന പറക്കുക. ഉടുത്താ ജാരഹാദ, പറന്ന് പോവുകയായിരുന്നു. ഉസ്കെ സാത്ത്, അതിന്റെ കൂടെ. ഉസ്കെ പിതാ, അവന്റെ അച്ഛനും. ഔർ മിത്ര ബീദേ, അവന്റെ സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. സബ് ബഹുത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ പക്ഷി ദേ, സബ് എല്ലാവരും. ബഹുത് ഊഞ്ചായി പർ, വളരെ ഉയരത്തിൽ. ഉഡ്നെ വാലെ പക്ഷി ദേ, വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു അവയെല്ലാം തന്നെ. ഉനിക്കി നിഗാഹേം ബി ബഡി തേസ് ദി, അവരുടെ നിഗാഹേം, നിഗാഹേം എന്ന് പറഞ്ഞാൽ നോട്ടം അഥവാ ദൃഷ്ടി. അവരുടെ നോട്ടം വളരെ തീക്ഷ്ണമായിരുന്നു. ബഡി തേജ് ദി, ബഡി തേജ്, തേജ് എന്ന് പറഞ്ഞാൽ തീക്ഷ്ണത. വളരെ തീക്ഷ്ണമായിരുന്നു അവരുടെ നോട്ടം. ഉനേം ദൂർ ദൂർ കി ഭനക് ഔർ ദൂർ ദൂർ കി മഹക് ബി മിൽ ജാത്തി. ഉനേം അവർക്ക്, വളരെ അകലെയുള്ള, ദൂർ ദൂർ വളരെ വളരെ അകലെയുള്ള. ബനക്, ബനക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൗണ്ട്, ലോ സൗണ്ട്, വളരെ ചെറിയ സൗണ്ട് പോലും. അതായത് അവർക്ക് ദൂരെ നിന്നുള്ള ചെറിയ സൗണ്ടുകളും. ഓർ ദൂർ ദൂർ കി മഹക്, ദൂരെ നിന്നുള്ള ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ഗന്ധം, ഗന്ധവും. ബി മിൽ ജാത്തി, അവർക്ക് വളരെ ദൂരെ നിന്നുള്ള ചെറിയ സ്വരങ്ങളും വളരെ ചെറിയ മണം അല്ലെങ്കിൽ ഗന്ധവും അവർക്ക് കിട്ടുമായിരുന്നു. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഒരു പക്ഷി ഉണ്ടായിരുന്നു, അത് നീലാകാശത്ത് വളരെ ഉയരത്തിൽ പറന്നു പോവുകയായിരുന്നു. അതിന്റെ കൂടെ അതിന്റെ അച്ഛനും കൂട്ടുകാരും ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. അവയുടെ നോട്ടം വളരെ തീക്ഷ്ണമായിരുന്നു. അവയ്ക്ക് വളരെ അകലെയുള്ള ചെറിയ ശബ്ദവും ചെറിയ ഗന്ധവും കിട്ടിയിരുന്നു. ഏക് ദിൻ, ഒരു ദിവസം. वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. एक दिन, ഒരു ദിവസം. वह नौजवान പക്ഷി, ആ ചെറുപ്പക്കാരനായ പക്ഷി. ജമീൻ പർ ചൽത്തി ഹുയി, ജമീൻ എന്ന് പറഞ്ഞാൽ തറ അല്ലെങ്കിൽ നിലം, നിലത്തുകൂടെ. ചൽത്തി ഹുയി പോകുന്ന. ഏക് ബൈൽഗാഡി കോ ദേഖ് ലേത്താ ഹെ, ബൈൽ എന്ന് പറഞ്ഞാൽ കാളയാണ്, ബൈൽഗാഡി എന്ന് പറഞ്ഞാൽ കാളവണ്ടി. ഒരു കാളവണ്ടി കാണുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു ദിവസം ചെറുപ്പക്കാരനായ ആ പക്ഷി നിലത്തുകൂടെ പോകുന്ന ഒരു കാളവണ്ടി കണ്ടു. ഉസ്മേം ബഡേ ബഡേ ബോരെ ബരേ ഹുയേ ഹേം, ഉസ്മേം ആ കാളവണ്ടിയിൽ. ബഡേ ബഡേ വലിയ വലിയ. ബോരെ, ബോരെ എന്ന് പറഞ്ഞാൽ ചാക്കുകൾ. ആ കാളവണ്ടിയിൽ വളരെ വലിയ വലിയ ചാക്കുകൾ. ബരേ ഹുയേ ഹേം, നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാളവണ്ടിയിൽ വലിയ വലിയ ചാക്കുകൾ നിറച്ചിട്ടുണ്ടായിരുന്നു. गाड़ी वाला चिल्ला चिल्ला कर कहता है, दो दीमकें लो एक पंग दो. അപ്പോ ആ കാളവണ്ടിക്കാരൻ, ഗാഡിവാല വണ്ടിക്കാരൻ, ചില്ലാ ചില്ലാക്കർ, അയാൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദോ ദീമകേം ലോ ഏക് പങ്ക് ദോ,
എന്താ അയാൾ പറയുന്നത്? 2 ചിതലുകൾ എടുക്കൂ, ഒരു തൂവൽ തരൂ. അപ്പൊ 2 ചിതലുകൾ എടുത്തോളൂ, പകരം ഒരു തൂവൽ തരൂ എന്നാണ് ആ കാളവണ്ടിക്കാരൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഉസ് നൗജവാൻ പക്ഷി കോ ദീമകോം കാ ശൗഖ് ദാ. ഉസ് നൗജവാൻ പക്ഷി കോ, ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് ദീമകോം കാ ശൗഖ് ദാ. ദീമകോം എന്ന് പറഞ്ഞാൽ ചിതലുകൾ, ഷൗക്ക് എന്ന് പറഞ്ഞാൽ താല്പര്യം. അപ്പൊ ആ ചെറുപ്പക്കാരൻ പക്ഷിക്ക് ചിതലുകളെ വലിയ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ വലിയ താല്പര്യമായിരുന്നു. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिन्हें गाकर वे अपनी भूख दौड़ी बहुत शांत कर लेते. അപ്പൊ എന്താ പറയുന്നത്? വേസേത്തോ ഊഞ്ചെ ഉടനെ വാലെ പംചിയോം കോ. ഇവിടെ പംചിയോം എന്ന് പറയുന്നത് പക്ഷികൾ തന്നെയാണ്. ആ ചെറുപ്പക്കാരൻ പക്ഷിക്ക് ചിതലുകൾ വലിയ ഇഷ്ടമായിരുന്നു. ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് വൈസേത്തോ ഊഞ്ചി ഉടനേവാലെ പംചിയോക്കോ, അതായത് ഇപ്രകാരം ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് ഹവാമേം, ഹവ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം കാറ്റ് അല്ലെങ്കിൽ വായു എന്നാണ്. വായുവിൽ പറക്കുന്ന ബഹുത് സേ കീടേ തൈർത്തേ ഹുവേ മിൽ ജാത്തേ, ഇതിൽ വായുവിൽ പറക്കുന്ന അനേകം കീടേ, കീടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രാണികൾ, തൈർന നീന്തുക എന്നാണ്. തൈർത്തേ ഹുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിൽ പറക്കുന്ന ചെറിയ കീടങ്ങളെ, ചെറിയ പ്രാണികളെ മിൽജാത്തെ കിട്ടുമായിരുന്നു. ജിനേം ഗാക്കർ, അവയെ തിന്നിട്ട്, വേ അപ്നി ഭൂക്ക്, അവയുടെ വിശപ്പ്, ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്, ദോടി ബഹുത് ശാന്ത് കർ ലേത്തേ ഹേം, ഈ പക്ഷികൾ ഈ ചെറിയ പ്രാണികളെ തിന്നിട്ട് അവയുടെ വിശപ്പടക്കുമായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? ആ ചെറുപ്പക്കാരൻ പക്ഷിക്ക് ചിതലുകളെ വലിയ ഇഷ്ടമായിരുന്നു. ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് വായുവിൽ പറക്കുന്ന അനേകം ചെറു പ്രാണികളെ കിട്ടുമായിരുന്നു. അവയെ തിന്ന് ആ പക്ഷികൾ സ്വന്തം വിശപ്പടക്കിയിരുന്നു. लेकिन दीमकें सिर्फ जमीन पर मिलती दीम, പക്ഷേ ദീമകേം ചിതലുകൾ സിർഫ് കേവലം ജമീൻ പർ മിൽത്തി ദീം, തറയിൽ അല്ലെങ്കിൽ നിലത്ത് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. कभी कभी पेड़ों पर जमीन से तने पर चढ़कर ऊंची डाल तक वे अपना मटियाला लंबा घर बना लेती, लेकिन ऐसे कुछ ही पेड़ होते और वे सब एक जगह न मिलते. അപ്പൊ ഇതിൽ എന്താ പറയുന്നത്? ലെക്കിൻ എന്നാൽ ദീമകേം സിർഫ് ജമീൻ പർ മിൽത്തി ദീം, ചിതലുകളെ നിലത്തിൽ നിന്ന് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. കബി കബി ചിലപ്പോഴൊക്കെ, പേടോം പർ മരങ്ങളിൽ, ജമീൻ സെ തനെ പർ ചഡ്കർ തറയിൽ നിന്ന് തായ്തടിയിൽ കയറുന്ന, അതായത് നമുക്കറിയാം ചിതലുകൾ മണ്ണിലാണ് ഉണ്ടാകുന്നത്. മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ തറയിൽ നിന്ന് ഈ മരങ്ങളുടെ തായ്തടിയിൽ കൂടെ കയറി ഊഞ്ചി ഡാൽ തക് ഉയരമുള്ള ചില്ല വരെ അവ അപ്ന മട്ടിയാല ലംബ ഗർ ബനാലേത്തി, തങ്ങളുടെ മണ്ണുകൊണ്ടുള്ള നീളമുള്ള അല്ലെങ്കിൽ കുറച്ച് ഉയരത്തിൽ അവരുടെ വീടുകൾ നിർമ്മിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ മരങ്ങളിൽ തറയിൽ നിന്ന് തായ്തടിയിൽ കയറി ഉയർന്ന ചില്ല വരെ അവ തങ്ങളുടെ മൺവീട് നിർമ്മിച്ചിരിക്കുന്നു. നമ്മൾ ചിതലിന്റെ പുറ്റുകൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരം ചിതൽ പുറ്റുകൾ അല്ലെങ്കിൽ ചിതലിന്റെ വീട് മണ്ണുകൊണ്ടുള്ളതാണ്. അത് മണ്ണിൽ നിന്ന് മരങ്ങളുടെ തായ്തടിയിലൂടെ കയറി ഉയർന്ന ചില്ല വരെ ഈ ചിതലുകൾ അവയുടെ വീട് നിർമ്മിക്കുമായിരുന്നു. ലെക്കിൻ എന്നാൽ ഏസേ കുച്ച് ഹി പേഡ് ഹോത്തെ, എന്നാൽ അങ്ങനെയുള്ള കുറച്ച് മരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഏസേ ഇതുപോലുള്ള, കുച്ച് കുറച്ച്, കുച്ച് ഹി കുറച്ച് മാത്രം, പേഡ് ഹോത്തെ കുറച്ച് മരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. और वे सब एक जगह न मिलते, അതുകൂടാതെ വേ സബ് അവയെല്ലാം കൂടെ ഏക് ജഗഹ് ന മിൽത്തെ എല്ലാം ഒരു സ്ഥലത്ത് കിട്ടുമായിരുന്നില്ല. നൗജവാൻ പക്ഷി കോ ലഗാ यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरों में भरकर बेच रहा है. അപ്പൊ നൗജവാൻ പക്ഷിക്കോ ലഗ, നൗജവാൻ പക്ഷി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനായ പക്ഷി. ചെറുപ്പക്കാരനായ പക്ഷിക്ക് തോന്നി, ലഗ തോന്നി, ചെറുപ്പക്കാരനായ പക്ഷിക്ക് തോന്നി, യഹ് ബഹുത് ബഡി സുവിധാ ഹെ, ഇത് വളരെ ഭാഗ്യമാണ് അല്ലെങ്കിൽ ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. കി എന്താണെന്ന് വെച്ചാൽ, ഏക് ആദ്മി ഒരു മനുഷ്യൻ, ദീമകോം കോ ബോരോ മേം ബർക്കർ ചിതലുകളെ ചാക്കുകളിൽ നിറച്ചിട്ട്, ബോരോം ചാക്കുകൾ, ബർക്കർ നിറച്ചിട്ട്, ബേച്ച് രഹാഹെ വിൽക്കുന്നു. അപ്പം ഈ ചെറുപ്പക്കാരനായ പക്ഷിക്ക് തോന്നി, ഒരു മനുഷ്യൻ ചിതലുകളെ ചാക്കിൽ നിറച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ്, ഇത് വളരെ നല്ല ഒരു കാര്യമാണെന്നാണ് ആ പക്ഷിക്ക് തോന്നിയത്. वह अपनी ऊंचाइयां छोड़कर मंडराता हुआ नीचे उतरता है और
पेड़ की एक डाल पर बैठ जाता है. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? വഹ് അപ്നി ഊഞ്ചായിയാം ചോഡ്കർ, ഊഞ്ചായിയാം ഉയരങ്ങൾ, അത് അതിന്റെ ഉയരങ്ങൾ ചോഡ്കർ ഉപേക്ഷിച്ചിട്ട് മണ്ടരാത്ത ഹുയ, മണ്ടരാത്ത ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മണ്ടരാത്ത ചുറ്റിക്കറങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ വട്ടം കറങ്ങിക്കൊണ്ട് നീച്ചെ ഉതർത്താഹെ താഴേക്ക് ഇറങ്ങി और एक पेड़ की एक डाल पर बैठ जाता है, അത് വട്ടം ചുറ്റിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിയിട്ട് അതൊരു മരത്തിന്റെ ഡാൽ പർ, ഡാൽ എന്ന് പറഞ്ഞാൽ മരക്കൊമ്പ്, ഒരു മരത്തിന്റെ ചില്ലയിൽ അത് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ ഈ ചിത്രത്തിൽ ഒരു പക്ഷി മരത്തിന്റെ ചില്ലയിൽ വന്നിരിക്കുന്നത് കാണാം. ഡാൽ എന്ന് പറഞ്ഞാൽ മരക്കൊമ്പാണ്. ഊഞ്ചായിയാം ഉയരങ്ങൾ, ചോഡ്കർ ഉപേക്ഷിച്ചിട്ട്, മണ്ടരാത്ത ഹുവ ചുറ്റിക്കറങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അത് വട്ടം ചുറ്റിക്കൊണ്ട്, നീച്ചെ ഉതർത്താഹെ താഴെ ഇറങ്ങുന്നു. ദോനോം കാ സൗദ തയ് ഹോ ജാത്താ ഹെ, ദോനോം രണ്ടുപേരും, ദോനോം കാ സൗദ രണ്ടുപേരുടെയും, സൗദ എന്ന് പറഞ്ഞാൽ കച്ചവടം, തയ് ഹോ ജാത്താ ഹെ ഉറപ്പിക്കുന്നു, രണ്ടുപേരും തമ്മിൽ ഒരു കച്ചവടം ഉറപ്പിക്കുകയാണ്. ഈ ചെറുപ്പക്കാരനായ പക്ഷിയും അതുപോലെ ഈ കാളവണ്ടിക്കാരനും. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है. അപ്പോൾ തന്റെ കൊക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ തന്റെ ചുണ്ടുകൾ കൊണ്ട് ഏക് പർ ഒരു തൂവൽ, ഖീഞ്ച്കർ തോടനെ മേം വലിച്ചു പൊട്ടിക്കുന്നതിൽ, ഉസെ തക്ലീഫ് ഹോത്തി ഹേ അതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ലെക്കിൻ എന്നാൽ, തക്ലീഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, തോടിന പൊട്ടിക്കുക, ഖീഞ്ച്കർ തോടിന വലിച്ചു പൊട്ടിക്കുക. ലെക്കിൻ എന്നാൽ ഉസെ വഹ് ബർദാഷ്ത് അതിനെ, അതായത് ആ വേദന, ആ ബുദ്ധിമുട്ടിനെ ബർദാഷ്ത് കർ ലേത്താ ഹെ സഹിക്കുന്നു. ബർദാഷ്ത് കർ ലേത്താ ഹെ എന്ന് പറഞ്ഞാൽ സഹിക്കുന്നു. അപ്പോൾ ഈ കൊക്കുകൾ കൊണ്ട് തൻ്റെ ഒരു തൂവൽ വലിച്ചു പൊട്ടിച്ചെടുക്കുന്നതിൽ ഈ പക്ഷിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അത് സഹിച്ചുകൊണ്ട് ആ ഒരു തൂവൽ വലിച്ചു പൊട്ടിച്ചെടുക്കുകയാണ്. मुंह में बड़े स्वाद के साथ दो दीमकें दबाकर वह पक्षी फुर से उठ जाता है. അപ്പോൾ ഈ ഒരു തൂവൽ പൊട്ടിച്ചെടുത്ത് ഈ കാളവണ്ടിക്കാരന് കൊടുത്താൽ കാളവണ്ടിക്കാരൻ എന്ത് കൊടുക്കും? രണ്ട് ചിതലുകളെ കൊടുക്കും. മുഹ്മേ ബഡേ സ്വാദ് കെ സാത്ത് ദോ ദീമകേം ദബാക്കർ വഹ് പക്ഷി ഫുർ സേ ഉഠ് ജാത്താ ഹെ. അപ്പോൾ ഈ വളരെ വേദനയോട് കൂടെ ഈ തൂവൽ ഒരെണ്ണം പൊട്ടിച്ചു കൊടുത്തിട്ട് കിട്ടിയ ഈ രണ്ട് ചിതലുകളെയും മുഹ്മേം, മുഹ് എന്ന് പറഞ്ഞാൽ വായ്, മുഹ്മേം ബഡേ സ്വാദ് കെ സാത്ത് ദോ ദീമകേം ദബാക്കർ വായിൽ വളരെ സ്വാദോടു കൂടെ, കെ സാത്ത് കൂടെ, വളരെ സ്വാദോടു കൂടെ, ദോ ദീമകേം ദബാക്കർ രണ്ട് ചിതലുകളെ ദബാക്കർ അമർത്തി വെച്ചിട്ട്, വഹ് പക്ഷി ആ പക്ഷി ഫുർസെ ചിറകടിച്ചുകൊണ്ട് ഉഡ്ജാത്താഹെ പറന്നു പോകുന്നു. അപ്പോൾ ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള കച്ചവടം ഉറപ്പിക്കുന്നു. തന്റെ കൊക്കുകൾ കൊണ്ട് ഒരു തൂവൽ വലിച്ചു പൊട്ടിക്കുന്നതിൽ അതിന് ബുദ്ധിമുട്ട് ഉണ്ടായെങ്കിലും ആ പക്ഷി അത് സഹിച്ചു. വായിൽ വലിയ രുചിയോടെ രണ്ട് ചിതലുകൾ അമർത്തി വെച്ച് ആ പക്ഷി ചിറകടിച്ച് പറന്നുപോയി. अब उस पक्षी को गाड़ी वाले से दो दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. वह रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंख देकर दो दीमकें खरीद लेता. अब ഇപ്പോൾ ഉസ് പക്ഷിക്കോ ആ പക്ഷിക്ക് ഗാഡി വാലെ സേ വണ്ടിക്കാരനിൽ നിന്ന് ദോ ദീമകേം ഖരീദിനെ രണ്ട് ചിതലുകൾ വാങ്ങുക, ഖരീദിന വാങ്ങുക, और एक पर എന്നിട്ട് एक पर ഒരു തൂവൽ ദേനേമേം കൊടുക്കുന്നതിൽ ബഡി ആസാനി മാലൂം ഹുയി വളരെ എളുപ്പമാണെന്നുള്ളത് അവന് മനസ്സിലായി. വഹ് രോസ് തീസരെ പഹർ നീച്ചെ ഉതർത്ത അവൻ ദിവസവും മൂന്നാം യാമത്തിൽ താഴേക്ക് ഇറങ്ങുന്നു. और गाड़ी वाले को एक पंख देकर दो दीमकें खरीद लेता എന്നിട്ട് ഈ വണ്ടിക്കാരന് ഒരു തൂവൽ കൊടുക്കുന്നു, രണ്ട് ചിതലുകളെ വാങ്ങിക്കുന്നു. ഇപ്പോൾ ആ പക്ഷിക്ക് വണ്ടിക്കാരിൽ നിന്ന് രണ്ട് ചിതലുകൾ വാങ്ങുകയും ഒരു തൂവൽ കൊടുക്കുകയും ചെയ്യുന്നത് വളരെ എളുപ്പമായി തോന്നി. അതെന്നും മൂന്നാം യാമത്തിൽ താഴേക്ക് ഇറങ്ങി വരികയും വണ്ടിക്കാരന് ഒരു തൂവൽ കൊടുത്തിട്ട് രണ്ട് ചിതലുകളെ വാങ്ങുകയും ചെയ്തു പോന്നു. कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझाने की कोशिश की कि बेटे दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दे जा सकते. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ, കുച്ച് ദിനവും കുറച്ച് ദിവസങ്ങൾ വരെ, കുച്ച് ദിനവും തക് കുറച്ച് ദിവസങ്ങൾ വരെ, ഏസാഹി ചൽത്താ രഹ ഇങ്ങനെ തന്നെ കടന്നുപോയി.
एक दिन ഒരു ദിവസം उसके पिता ने देख लिया അവന്റെ അച്ഛൻ ഇത് കണ്ടു. उसने समझाने की कोशिश की അവനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. സമജാനം മനസ്സിലാക്കിക്കുക, കോശിഷ് കർണ പരിശ്രമിക്കുക. എന്നിട്ട് ആ ചെറുപ്പക്കാരനായ പക്ഷിയെ അവന്റെ അച്ഛൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേട്ടെ മോനെ, ദീമകേം ഹമാര സ്വാഭാവിക് ആഹാർ നഹിം ഹേം. ഈ ചിതലുകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. അപ്പൊ അത് കൂടാതെ അതിനു വേണ്ടി, അതായത് ഉൻകേലിയെ അതിനു വേണ്ടി, അവയ്ക്ക് വേണ്ടി, അപ്നെ പങ്ക് സ്വന്തം ചിറക്, ഹർഗീസ് ഒരിക്കലും, നഹിം ദിയെ ജാ സക്തെ ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അച്ഛൻ മകനോട് എന്താണ് പറയുന്നത്? ഈ ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല, അത് കൂടാതെ ആ ചിതലുകൾക്ക് വേണ്ടി സ്വന്തം ചിറകുകൾ കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന്. ലേക്കിൻ उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. എന്നാൽ ലെക്കിൻ എന്നാൽ ഉസ് നൗജവാൻ പക്ഷീനെ ആ ചെറുപ്പക്കാരൻ പക്ഷി ബഡേ ഹി ഗർവ് സേ വലിയ അഹങ്കാരത്തോടെ, ഗർവ് അഹങ്കാരം, വലിയ അഹങ്കാരത്തോടെ, അപ്നാ മോഹ് സ്വന്തം മുഖം, അവന്റെ ഫേസ്, ദൂസരി ഓർ കർലിയ മുഖം മറുവശത്തേക്ക് തിരിച്ചു. അപ്പൊ ആ ചെറുപ്പക്കാരൻ പക്ഷി വലിയ അഹങ്കാരത്തോടെ തന്റെ മുഖം മറുവശത്തേക്ക് തിരിച്ചു. उसे जमीन पर उतर कर दीमകേം ഗാനെ की चढ़ लग गई थी. അപ്പോ ഇപ്പോൾ സമീൻ പർ തറയിൽ ഇറങ്ങിയിട്ട് ദീമകേം ഗാനെ की चढ़ लग गई थी അവന് തറയിലേക്ക് പറന്നിറങ്ങി ഈ ദീമകേം അല്ലെങ്കിൽ ചിതലുകൾ ഗാനേക്കി എന്ന് പറഞ്ഞാൽ കഴിക്കാനായിട്ട് അപ്പൊ അവനത് വളരെ രസമായിട്ട് തോന്നി, വളരെ ധൃതിപ്പെട്ട് അവൻ ആ ചിതലുകൾ വാങ്ങി കഴിക്കാനായിട്ട് വളരെ രസം പിടിച്ചിരിക്കുകയാണ്. അബ് ഉസേ ന തോ ദൂസരെ കീടെ അച്ഛേ ലഗ്തേ ന ഫൽ ന അനാജ് കെ ദാനെ. ഇപ്പോൾ അവന് അബ് ഉസേ ന തോ ദൂസരെ കീടെ മറ്റു പ്രാണികളോ നന്നായി മറ്റു പ്രാണികൾ നല്ലതായിട്ട് അവന് തോന്നുന്നില്ല. ന ഫൽ പഴങ്ങളും നല്ലതായിട്ട് തോന്നുന്നില്ല. ന അനാജ് കെ ദാനെ മറ്റു ധാന്യങ്ങളോ ഒന്നും തന്നെ അവന് നല്ലതായിട്ട് തോന്നുന്നില്ല. ദീമകോം കാ ഷൗക്ക് ചിതലുകളോടുള്ള ഷൗക്ക് താല്പര്യം അബ് ഉസ് പർ ഹാവി ഹോ ഗയാദ ഇപ്പോ അവനെ കീഴടക്കി കഴിഞ്ഞില്ലെങ്കിൽ അവനിൽ ശക്തി പ്രാപിച്ചിരുന്നു. അപ്പൊ എന്താണ് പറയുന്നത്? ഇപ്പോൾ അതിന് മറ്റ് കീടങ്ങളോ പഴമോ ധാന്യങ്ങളോ ഒന്നും തന്നെ നല്ലതായി തോന്നുന്നില്ല. ചിതലുകളോടുള്ള താല്പര്യം അവനിൽ ശക്തി പ്രാപിച്ചിരുന്നു. അപ്പൊ ഈ ചിതലുകളുടെ താല്പര്യം കാരണം അവന് മറ്റു കീടങ്ങളെ കഴിക്കുവാനോ, വായുവിൽ പറക്കുന്ന കീടങ്ങളോ അല്ലെങ്കിൽ ഫലങ്ങളോ അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങളോ ഒന്നും തന്നെ അവന് നല്ലതായിട്ടോ രുചികരമായിട്ടോ ഒന്നും തോന്നുന്നില്ല. ഈ ചിതലുകളുള്ള അതിയായ താല്പര്യം അവനിൽ വല്ലാതെ ശക്തി പ്രാപിച്ചിരുന്നു. കഥയുടെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പാഠം ഇതുവരെ നല്ല പോലെ വായിക്കുക, അതിൽ ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.